ഇനി മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ അടിസ്ഥാന വിഷയം എന്താണെന്നറിയോ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ അടിസ്ഥാന മത്തിന് ഇവിടെയാണ്. ഒരു ചോദ്യം, ആ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് ആരാണ്? ആരാ ചോദിക്കുന്നത്? ഖുറാഫികളാണ്. എന്താ ചോദ്യം? ഈ ഇരിക്കുന്ന ആളുകളെ മറുപടി പറയണ്ടേ? ചോദ്യം എന്താ? ഇരിക്കുന്ന ആളുകൾ മറുപടി പറയാ. ചോദ്യം കേട്ടോളൂ. ഒരു മുജാഹിദ് സുഹൃത്ത് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഹനീഫ മൗലവി തന്നെ ആയാലും പ്രശ്നമില്ല. അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. എന്തുണ്ടായത്? പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് പോയത്. ഈ സമയത്ത് മൗലവി ചിന്തിക്കുകയാണ്, എന്ത് ശരിയാ, മനുഷ്യാതീത സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പുതിയ നിർവചനം അതാണല്ലോ. അതുകൊണ്ട് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ ജിന്നുകളൊക്കെ പെടും. ഇവിടെ വലിയ ചുരമാണ്, ജിന്നുകൾ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ല ജിന്നും ഈ പരിസരത്തുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ജിന്നേ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകണേ. പണ്ട് ഞാൻ ശബാബിൽ വായിച്ചത് ഓർമ്മയുണ്ട്. എന്ത്? ജിന്നുകൾക്ക് പിശാചുക്കൾക്കൊക്കെ മനുഷ്യനെ അന്തരീക്ഷത്തിലൂടെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പുതിയ ഗവേഷണം. കണ്ടോ? അതായത് വയനാട് ചുരത്തിന് 6ാം വളവിൽ നിന്ന് വണ്ടി ബ്രേക്ക് കൊട്ടി താഴേക്ക് വീഴുക. അപ്പൊ ആ വണ്ടിയിലുള്ള ഒരാള് വിളിച്ചു ചോദിക്കുകയാണ്, എന്ത്? ഇവിടെ ചുരല്ലേ, ഒരുപാട് ജിന്നുണ്ടാവും, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നേ എന്നെ ഒന്ന് രക്ഷിക്കണേ, പിടിക്കണേ, എന്നെ ഒന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോകണേ എന്ന് ചോദിച്ച ശിർക്കാണോ? ശിർക്കല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താ? ശിർക്ക് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം അദ്ദേഹം തന്നെ ചോദിച്ചോട്ടെ. എന്താ അദ്ദേഹം ചോദിക്കുന്നത്? നമ്മുടെ ബാലുശ്ശേരി ചിലപ്പോ പറയാറുണ്ട്, പേരോട് കുളത്തിൽ വീണ് ആരും രക്ഷിക്കാനില്ല. അപ്പോ എന്ന് വിളിച്ചാൽ പേരോട് മുശ്രിക്കായി. ഞാൻ ചോദിക്കട്ടെ, കുളത്തിൽ വീണത് ഹനീഫ മൗലവിയാണെന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുകയാണ്. മക്കാ മുശ്രിക്കുകൾക്ക് പോലും അള്ളാഹുവിനെ ഓർമ്മ വരുന്ന സന്ദർഭം എന്നാണല്ലോ മുജാഹിദുകൾ പറയാറുള്ളത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് എന്താ ചിന്തിക്കുകയാണ്? ഇവിടെ ജിന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, മലക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, എന്തായാലും മലക്കുകൾ ഉണ്ടാകുമല്ലോ. മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ നിർവചനമനുസരിച്ച്, പുതിയ നിർവചനം എന്താ? സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് തന്നെയാണിത്. കാരണം ജിന്നിനൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. എത്ര ജിന്നുകൾ നമുക്കറിയാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരം പോലും കൊണ്ടുവരാൻ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് ഇഫ്രീത്ത് വിളിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ സുല്ലമി സാഹിബ് ചോദിച്ചത്, അല്ല എന്ത് തൗഹീദാണ് മുജാഹിദുകളെ നിങ്ങളെ തൗഹീദ്? മമ്പർത്തങ്ങൾ വിളിച്ചാൽ ശിർക്ക്, എന്നാലോ ഈ ഇഫ്രീത്ത് ജിന്നിനെ വിളിച്ചാൽ തൗഹീദ്. എന്ത് തൗഹീദാ? തൗഹീദാന്ന് ചോദിച്ചാൽ മനസ്സിലായോ? ഒരാൾ കുളത്തിൽ വീണു, അയാള് ആ കുളത്തിൽ വീണ ആള് മുങ്ങിത്താഴുമ്പോ വിളിക്കുകയാണ്, എന്ത്? എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാണോ തൗഹീദാണോ? എന്താണ്? എല്ലാരും മറുപടി പറയണില്ലല്ലോ, ശിർക്കാണ്. കാരണം ഇപ്പൊ ചില ആളുകൾക്ക് ശിർക്കെന്ന് പറയാൻ പേടിയാ. കാരണം ഈ കൊടുത്ത കഴിവാണോ സ്ഥലത്തുള്ള ജിന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഉത്തരം പറയാനിതാ. ഇത് ശിർക്കല്ലേ മാന്യ സഹോദരങ്ങളെ? ഇത് ശിർക്കല്ലേ? പക്ഷേ നമ്മുടെ സക്കരിയ മൗലവി നാട് നീളെ നടന്ന് പ്രസംഗിക്കേണ്ടത് ശിർക്കല്ല, അതിൽ അബൗദികതയില്ല, അതിൽ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലില്ല. ഇയാൾ മുജാഹിദായി സലഫി സ്റ്റേജിൽ പ്രസംഗിപ്പിക്കാൻ പറ്റുമോ? അതായത് 4 ആളുകൾ ഒരു തോണിയിൽ, 4 ആളുകൾ തോണിയിൽ സഞ്ചരിക്കുകയാണ്. ആ 4 പേർ സഞ്ചരിക്കുന്ന തോണി ഒരു പുഴയുടെ നടുവിലെത്തി. തോണി മറിഞ്ഞു. ഒരാൾ വിളിച്ചു, അല്ലാ രക്ഷിക്കണേ. തൗഹീദോ ശിർക്കോ? തൗഹീദ്. രണ്ടാമത്തെ ആൾ വിളിച്ചു, മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ. തൗഹീദോ ശിർക്കോ? മൂന്നാമത്തെ ആൾ വിളിച്ചു, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. തൗഹീദോ ശിർക്കോ? ശിർക്ക്. 4ാമത്തെ ആൾ വിളിക്കാണ്, സക്കരിയ മൗലവിയുടെ പ്രസംഗം കേട്ടിട്ട്, ഇവിടെ എവിടെയെങ്കിലുമുള്ള ജിന്നേ എന്നെ രക്ഷിക്കണേ. തൗഹീദോ ശിർക്കോ? പക്ഷെ സക്കരിയ മൗലവി പറയാ ശിർക്കല്ല. കാരണം അഖ്സാ ആയത്തിൽ ഖുദൂഇ വത്തദല്ലുലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന്.
ഇത് വിശദീകരിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടിക്കൊടുത്ത് പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കാലം അള്ളക്ക് വേണ്ടി വാദിച്ച തൗഹീദ് പറയാൻ നടന്ന കുട്ടികള്, ആളുകള് രാത്രിയിൽ ഒളിച്ചു വന്ന് പോസ്റ്റർ ഒട്ടിക്കുക. എന്തിനാ ഒളിച്ചടക്കുന്നത്? പരസ്യമാക്കിക്കൂടെ? അവനവന്റെ ആദർശം ഉറക്കല്ലേ പറയേണ്ടത്, ഒളിച്ചാ പറയേണ്ടത്. ഇതെന്താ മക്കാക്കാലോ, ദാറുൽ ഒളിച്ചു കഴിഞ്ഞ കാലോ? എന്തിനാ ഒളിച്ചടക്കണത്? അവനവന്റെ ആദർശം തുറന്നു പറഞ്ഞോ. ശിർക്കല്ലെങ്കിൽ ശിർക്കല്ല എന്ന് പറഞ്ഞോ. ഈ പുഴയിൽ വീണ മനുഷ്യനെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്ന വാചകം, ഈ കയ്പമംഗലത്ത് തൃശ്ശൂര് വന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം, അതിനുശേഷം കൊല്ലത്ത് നടത്തിയ പ്രസംഗത്തിൽ അതുണ്ട്, കേരളം ഒട്ടുക്കും അദ്ദേഹം ഇപ്പോഴും അത് പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, കേട്ടോളൂ ആ വാചകം. അഭൗതിക സൃഷ്ടികളല്ലേ, അഭൗതിക സൃഷ്ടികളോട് സഹായം ചോദിച്ച ശിർക്കല്ലേന നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം അത് കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താണ് അർത്ഥം അല്ല. അത് മാത്രമല്ല അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂഉ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്ന ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരുന്നില്ല. കണ്ടോ? ഒരു ഹറാമ് ചെയ്തെന്നേ ഉള്ളൂ. ആരെ വിളിച്ചത്? ജിന്നിനെ വിളിച്ചു. എപ്പോ വിളിച്ചത്? വെള്ളത്തിൽ പൊങ്ങിത്താഴുമ്പോ ജിന്നിനെ വിളിച്ചാൽ ഹറാമ് ചെയ്തെന്നേ ഉള്ളൂ. ഖുർആൻ എന്താ പറഞ്ഞത്? വഇദാ ഖശിയഹും മൗജുൻ കല്ലുലൽ دعوا الله مخلصين له الدين فلما نجاهم إلى البر فإذا هم يشركون. മക്കയിലെ മുശ്രിക്കുകൾ കരയിൽ വെച്ചവർ ജിന്നിനെ വിളിച്ചവരാണ്, വിജനപ്രദേശത്ത് വെച്ച് ജിന്നിനോട് തേടിയവരാണ്. പക്ഷെ അവർ കടലിലെത്തിയാൽ, തിരമാലകൾ അവരെ ആക്രമിച്ചാൽ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അവർ അല്ലാഹനെ മാത്രം വിളിക്കും. അവർ രക്ഷപ്പെട്ട് കരയിലെത്തിയാലോ പിന്നെ ജിന്നിനെ വിളിക്കും. കരയിലെത്തിയാൽ ജിന്നിനെ വിളിക്കുന്ന മുശ്രിക്ക് കടലിലെത്തിയാൽ അല്ലാഹനെ മാത്രം വിളിക്കുമായിരുന്നുവെന്ന് ഖുർആൻ. അല്ലാഹ് അവരോട് പറയാ, കടലിലുള്ള നിലപാട് നിങ്ങൾ കരയിലും സ്വീകരിക്കണേ മനുഷ്യരെ. ഇക്രിമ മുസ്ലിമായത് അങ്ങനെ. അബൂജഹലിന്റെ മകൻ ഇക്രിമ മുസ്ലിമായത് എങ്ങനെയാ? കടലിൽ പോവുക, രക്ഷപ്പെട്ടു പോവാ മക്കം ഫത്തീന്. ഇനി മുഹമ്മദിന്റെ നാട്ടിൽ നമ്മൾ ഉണ്ടാവില്ല, മക്കത്ത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ കപ്പലിൽ കയറി നാട് വിടുമ്പോ നടുക്കടലിൽ വെച്ചിട്ട് തോണി ആക്രമിച്ചു, തിരമാലകൾ ആക്രമിച്ചു, തോണി ആടി ഉലയാൻ തുടങ്ങിയപ്പോ അബൂജഹലിന്റെ മകൻ ഇക്രിമ അവിടെ വെച്ചുകൊണ്ട് പറയും, എന്ത് ചെയ്യും? കപ്പിത്താനോട് ചോദിച്ചു, എന്ത് ചെയ്യും? ഇളകി മറിയാണല്ലോ. കപ്പിത്താൻ പറഞ്ഞു, അള്ളാനെ വിളിച്ചോ, വേറെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. കരയിൽ നമ്മൾ രാത്തെ വിളിക്കാറുണ്ട്, മനാത്തെ വിളിക്കാറുണ്ട്, ജിന്നിനെ വിളിക്കാറുണ്ട്, പലരെയും വിളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ കപ്പൽ ആടി ഉലയുമ്പോ അള്ളാനെ വിളിച്ചാലല്ലാതെ രക്ഷയില്ലെന്ന് പറയുമ്പോ അബൂജഹലിന്റെ മകൻ ഇക്രിമ എന്തിക്ക്? ഇതല്ലടാ കരയിൽ മുഹമ്മദ് പറഞ്ഞത്, അവിടുന്നല്ല നമ്മൾ ഓടിക്കൊണ്ട് പോകുന്നത്.
കടലിൽ നമ്മെ രക്ഷിക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എങ്കിൽ കരയിലും നമ്മെ രക്ഷിക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അബൂജഹലിന്റെ മകൻ ഇക്രിമ അവിടെ വെച്ച് തീരുമാനമെടുത്തു, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമാകും, മുഹമ്മദിന്റെ ആദർശം എന്റെ ആദർശമായി ഞാൻ സ്വീകരിക്കും. നിയ്യത്ത് വെച്ചു, കരയിലെത്തി. ഇക്രിമ ഓടിയില്ല ഇല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, മുസ്ലിമായി. ഈ തത്വം പറഞ്ഞ് വാഹ് പറഞ്ഞു നടന്ന കാക്ക പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കണ്? വെള്ളത്തിൽ മുങ്ങുമ്പോ ജിന്നേ, കരയിലുള്ള ജിന്നേ, സ്ഥലത്തുള്ള ജിന്നേ എന്ന് വിളിച്ചാൽ അഹരല്ല, മുശ്രിക്കല്ല, ശിർക്കല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഒരുവിധപ്പെട്ട ഖുറാഫി ഒന്നും മുശ്രിക്കാവൂലി. കാര്യം എന്താ? അവർ ശിർക്ക് ചെയ്യൂല. കാര്യം എന്താ? ഖുറാഫി വിളിക്കുന്നത് എന്താ? കേട്ടോ, ഖുറാഫി വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? ഹാളിറു യാ ഹാളിറു ഇമ്മജ്ലിസിൽ ഹാളിറു. അമ്മജ്ലിസിലാണോ? അല്ല, ഇമ്മജ്ലിസിൽ ഹാളിറൂന. അങ്ങനെ ഹാളിറു ഹാളിറു. ആരാ ഹാളിറാകേണ്ടത്? ഔലിയ കുല്ലും ഹാളിറു, അംബിയ കുല്ലും ഹാളിറു, ഇമ്മജ്ലിസിൽ ഹാളിറൂന. ഇമ്മജ്ലിസിൽ ഹാളിറാകൂ. അങ്ങനെ എല്ലാവരെയും ഹാളിറാക്കിയിട്ട് വിളിക്കുകയാണ്. ഹാളിറായവരെ വിളിക്കുകയാണ്. എങ്ങനെയാ വിളിക്കുന്നത്? കേട്ടോളൂ നിങ്ങൾ. ശിർക്കാണോ തൗഹീദാണോ? ആർക്ക് ശിർക്ക്? നമുക്ക് ശിർക്ക്. നേരത്തെ പറഞ്ഞ തത്വപ്രകാരം ശിർക്കോ തൗഹീദോ പറ. ഹാളിറായ ആളുകളാണെന്ന് വിചാരിച്ച് അവർ വിളിക്കണത് ഉണ്ടോ ഇല്ലെന്നുള്ള വേറെ ചർച്ച. അവരുടെ വിശ്വാസം എന്താ? അവരുടെ വിശ്വാസം എന്താ? ഹാളിറാണ്. ഹാളിറായ മലക്കിനെ വിളിച്ച ഇങ്ങനിട്ട് കാണിച്ചു കൊടുക്കേണ്ട ഗതികേട് എന്നാലോചിച്ച് നോക്കൂ. ഇത് ശിർക്കാണോ തൗഹീദാണോ? പറ നിങ്ങൾ. പുഴയിൽ വീണാ പോലും ശിർക്കാവൂല എന്ന് പറയാ. എന്നിട്ട് ഇപ്പൊ അനസിനെ പറ്റി ഫിത്ന പറഞ്ഞു കിടക്കുക. നടന്നോ മക്കളെ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അള്ളാഹ് വഴിക്ക് കൊണ്ട് തീർത്തരട്ടെ.